بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ ഹദീദിലെ 26, 27 വചനങ്ങളാണ് ഇന്ന് നാം പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങളെ സൂചിപ്പിക്കാം. വലഖദ് അർസൽന, കഴിഞ്ഞ വചനത്തിലേതുപോലെ തന്നെ ഖാഫ്, അതുപോലെ ദാലിൻ്റെ ഖൽഖല, ദാലിന് സുക്കൂൻ വന്നത് ശബ്ദം വ്യക്തമാക്കി ഖൽഖലത്തോടുകൂടി ഉച്ചരിക്കണം. അർസൽന, ഈ പദത്തിലെ റാ, ഇതും നേരത്തെ പറഞ്ഞ ഖാഫ്, ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകളാണ്. നൂഹൻ വ ഇബ്രാഹീമ, നൂഹൻ എന്ന പദത്തിലെ തൻവീൻ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ഭാഗികമായി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കണം. ഇബ്രാഹിം എന്ന പദത്തിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. റാഇൻ്റെ ഉച്ചാരണം, റാഇനും അതിൻ്റെ ദീർഘമായ അലിഫിനും തഫ്ഖീമുണ്ടാവണം. റോ എന്ന ഉച്ചാരണം. ഇബ്രാഹീമ വജഅൽന ഫീ ദുർരിയ്യതിഹിമ അന്നുബുവ്വ, ദുർരിയ്യതിഹിമ, അവിടെ ദീർഘാക്ഷരമായ അലിഫിന് സുക്കൂനാണ്. അന്നുബുവ്വ എന്ന പദത്തിലെ നൂനിനും സുക്കൂൻ വരുന്നു, ഷദ് നൽകപ്പെട്ട നൂൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നതിനാൽ പരിഹാരമായി ആദ്യത്തെ സാക്കിനിനെ ഹദ്ഫ് ചെയ്യുക, ഉച്ചാരണത്തിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് നിയമം. അതിനാൽ ദുർരിയ്യതിഹിമ എന്ന അലിഫ് ഒഴിവാക്കിക്കൊണ്ട് ഫീ ദുർരിയ്യതിഹിമ അന്നുബുവ്വ എന്ന് ഓതണം. നൂൻ മുഷദ്ദദ ആയതിനാൽ മണിക്കുകയും വേണം. വൽ കിതാബ്, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ചലിപ്പിച്ച് വ്യക്തമാക്കുക. ഫമിൻഹും മുഹ്തദ്, ഫമിൻഹും എന്നതിലെ സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കിയാണ്, മണിക്കാതെ വെളിവാക്കണം. സാക്കിന മീമിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി എന്നോ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് പറയാം. മുഹ്തദ്, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. മുഹ്തദ്. വകസീറും മിൻഹും, കസീറുൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ലയിപ്പിച്ച് മണിക്കണം. മിൻഹും എന്നതിലെ സാക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കിയാണ്, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ സാക്കിനായ മീമിനെയും ഇൽഹാർ ഷഫവി ചെയ്ത് ഫായിന് മുമ്പിൽ വന്നതിനാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതുമാണ്. കസീറും മിൻഹും ഫാസിഖൂൻ, ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. അടുത്ത വചനം സുമ്മ, മീം മുഷദ്ദദ മണിക്കണം. ഖഫൈന അലാ ആസാരിഹിം, അലാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസായ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ആസാരിഹിം ബിറുസൂലിന, ആസാരിഹിം എന്ന പദത്തിലെ സാക്കിനായ മീമിനെ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. വഖഫൈന ബിഈസ ഇബ്നി മറിയം, നേരത്തെ പറഞ്ഞ അതേ ഹുക്മാണ് ഇവിടെയും. ബിഈസ ഇബ്നി എന്ന രണ്ട് സാക്കിനുകൾ ചേർന്ന് വന്നപ്പോൾ ആദ്യത്തേതിനെ ഹദ്ഫ് ചെയ്യുക, അലിഫിനെ ഒഴിവാക്കി ബിഈസ ഇബ്നി മറിയം എന്ന് പറയണം. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. ബിഈസ ഇബ്നി മറിയമ വആതൈനാഹുൽ ഇൻജീൽ, സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. وجعلنا في قلوب الذين
ഇത്തബഊഹു റഅഫതൻ വറഹ്മ. അതുപോലെ വറഹ്മതൻ വറഹ്ബാനിയ്യ. ഇവിടെ രണ്ട് തൻവീനുകളെയും ഇദ്ഗാം ബിഗുന്നഹ് നാഖിസ് നൽകി. റഅഫതൻ റഹ്മതൻ, ഈ രണ്ട് തൻവീനും ശേഷമുള്ള വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വറഹ്ബാനിയ്യതൻ എന്ന തൻവീൻ, ആ തൻവീനിൽ നമ്മൾ ഉച്ചരിക്കുന്നത് സാക്കിന നൂനിനെയാണ്, അല്ലേ? റഹ്ബാനിയ്യത്തൻ, തൻ എന്ന് പറയുമ്പോൾ ഒരു സുക്കൂനാണല്ലോ അവിടെ ഉച്ചാരണത്തിലുള്ളത്, നൂനിൻ്റെ സുക്കൂൻ. അതുപോലെ ഇബ്തദഊഹ എന്നതിലെ ഹംസത്തുൽ വസ്ൽ ഒഴിവാകുമ്പോൾ ബാഇനും സുക്കൂൻ. ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ ഇവിടെയും ചേർന്ന് വന്നു, സാക്കിനുകൾ, ഇൽത്തിഖാഉ സാക്കിനൈൻ. അപ്പം എന്ത് ചെയ്യണം? ആദ്യത്തെ സാക്കിനിനെ ഇവിടെ മുതഹർരിക്കാക്കി മാറ്റുകയാണ്, ഹറക്കത്ത് കൊടുക്കുക. എങ്ങനെയാണത്? റഹ്ബാനിയ്യതൻ എന്നതിലെ ഉച്ചരിക്കുന്ന സാക്കിനായ നൂനിനെ കസ്റുള്ള നൂനാക്കി മാറ്റി വറഹ്ബാനിയ്യതൻ ഇബ്തദഊഹ. എല്ലാവരും പറഞ്ഞ് നോക്കണം, അത് തെറ്റാതെ പറയണം. വറഹ്ബാനിയ്യതൻ ഇബ്തദഊഹ. ബാഇൻ്റെ സുക്കൂൻ ചലിപ്പിച്ച് ഖൽഖല നൽകണം. വീണ്ടും കതബ്നാഹ അവിടെയും ഇല്ലബ്തിഗാ അവിടെയും ഒക്കെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. അലൈഹിം എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി. ഇല്ലബ്തിഗാ അവിടെയും ഇല്ലാ ഇബ്തിഗാ എന്നതാണ് ഇൽത്തിഖാഉ സാക്കിനൈൻ വന്നതിനാൽ ഹദ്ഫാണ്, ആദ്യത്തെ അലിഫിനെ ഒഴിവാക്കുക ഉച്ചാരണത്തിൽ നിന്ന്. ഇബ്തിഗാ, ഈ ദീർഘം മദ് മുത്തസിൽ വാജിബ്, 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമായ ദീർഘമാണ്. റിദ്വാനില്ലാഹി ഫമാ റഅൗഹ റഅൗഹ ഹഖ്ഖ റിആയതിഹ. വഖഫ് ചെയ്യുമ്പോൾ 2 ഹറക്കത്തിൽ മാത്രം ഒതുക്കണം. അത് അവിടെ വഖഫും വസ്ലൊക്കെ ഒരേപോലെയാണ്. അവിടെ ചിലർക്ക് എന്താണ് യായതിഹ എന്ന് അധികം നീട്ടും, അത് തെറ്റാണ്. വഖഫിന് വേണ്ടി അധികം നീട്ടൊന്നും വേണ്ട. യായതിഹ ഫആതൈനല്ലദീന ആമനൂ മിൻഹും. മിൻഹും എന്നതിൽ സാക്കിനാനൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി അവിടെയും മണിക്കാതെ വെളിവാക്കുക. അജ്റാഹും ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. റാ തഫ്ഖീം ചെയ്യണം. വകസീറും മിൻഹും, കസീറുൻ എന്ന തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്നഹ് കാമിൽ. സാക്കിനായ നൂൻ മിൻഹും ഇൽഹാർ ഹൽഖി. വീണ്ടും സാക്കിനായ മീം ഇൽഹാർ ഷഫവി. ഫാസിഖൂൻ, ഫായിന് മുമ്പിൽ സൂക്ഷ്മത വേണം. മേലെ വന്ന അതേ ഭാഗം തന്നെ ഇവിടെയും വകസീറും മിൻഹും ഫാസിഖൂൻ എന്നാണ് കഴിഞ്ഞ വചനത്തിൻ്റെ അവസാനവും. ഇവിടെയും അങ്ങനെ തന്നെയാണ് വചനം അവസാനിക്കുന്നത്. വകസീറും മിൻഹും ഫാസിഖൂൻ. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب فمنهم مهتد وكثير منهم فاسقون. ثم قفينا على آثارهم برسلنا وقفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة
ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ ഹദീദിലെ അവസാനത്തെ 2 വചനങ്ങൾ 28, 29 വചനങ്ങളാണ് പുതിയ പാഠമായി ഇന്ന് നാം പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ യാ അയ്യുഹ മദ് മുൻഫസിൽ ജായിസ് നൽകിയ അലിഫിനെ ദീർഘിപ്പിക്കണം. യാ അയ്യുഹ അല്ലദീന ആമനു തഖുല്ലാഹ വആമിനു. ആമിനു എന്നതിലെ മദ് ബദൽ എന്നാണ് ആ ദീർഘത്തിൻ്റെ പേര് പറയുക. വആമിനു അവിടെ വആമിനു എന്ന് ദീർഘിപ്പിക്കുന്ന വേറെ റിവായത്തുകളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തബീഇയ ദീർഘം മാത്രമാണ്. വആമിനു അത് ആമനൂലും അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നിടത്തും ആമീനു എന്നിടത്തും രണ്ടും ബദൽ മദ്ദുൽ ബദലാണ്. ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി. യുഅ്തികും ഹംസ ഷിദ്ദത്തിന്റെ ഹർഫാണ്. യുഅ്തികും അവിടെ യുഅ്തികും നായി പോകരുത്. യുഅ്തികും കിഫ്ലൈനി. സാക്കിനാമയും ഇൽഹാർ ഷഫവി നൽകണം, മണിക്കാതെ വെളിവാക്കണം. മിർ റഹ്മതിഹി. മിൻ എന്നതിലെ സാക്കിന നൂൻ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി ശേഷമുള്ള റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മിർ റഹ്മതി. വയജ്അൽ ജീമിന്റെ സുകൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. വയജ്അൽ ലക്കും സാക്കിനായ ലാമിനെ ശേഷമുള്ള ലാമിൽ ലയിപ്പിക്കുക. ഈ ലാമുൽ ഫിഅലി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. സാക്കിനായ ലാം വയജാൽ എന്നതിലുള്ളത് ലാമുൽ ഫിഅലാണ്. യഥാർത്ഥത്തിൽ അവിടെ ഇദ്ഗാം മുതമാസിലൈനി സഗീറാണ് സംഭവിക്കുന്നത്. ഒറ്റ ലാമാക്കി ഉച്ചരിക്കണം. ലക്കും എന്നതിലെ സാക്കിനായ മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. നൂറൻ തംശൂന. നൂറൻ എന്നതിലെ തൻവീൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. തംശൂന സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വയഗ്ഫിർ എന്നതിലെ റായിന് തർഖീഖ് കൊടുക്കണം എന്നതും ശ്രദ്ധിക്കുക. കാരണം റായ് സുക്കൂനും മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതിനാൽ റായിനെ തർഖീഖ് ചെയ്തുച്ചരിക്കണം. വയഗ്ഫിർ ലക്കും. ഗഫൂറുർ റഹീം തൻവീനിനെ പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി ഗഫൂറുർ റഹീം എന്ന് ഉച്ചരിക്കണം. ലിഅല്ലാ യഅലമ അഹ്ലുൽ കിതാബ്. അല്ലാ യഖദിറൂന ഖാഫിന്റെ സുകൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരവുമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. റായിനും തഫ്ഖീമാണ്. അലാ ഷൈഇൻ മിൻ. ഷൈഇൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. മിൻ ഫദ്ലി സാക്കിന നൂനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കണം. മിൻ ഫദ്ലില്ല. വഅന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശ്രദ്ധ നൽകപ്പെട്ട നൂൻ. മൻ യശാ. മൻ എന്നതിലെ സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത്
ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ആ ദീർഘം മദ് മുത്തസിലായ ദീർഘമാണ് എങ്കിലും 6 ഹറക്കത്തിൻ്റെ അളവിൽ വരെ ഇഷ്ബാ ചെയ്യാം. മൻ യശാ ചേർത്തോതുകയാണെങ്കിൽ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് വഖഫ് ദീർഘം നൽകേണ്ടത്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ച് ചേർത്തോതണം. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. ദ്വാദ്, വാ ഇതൊക്കെ തഫ്ഖീമിൻ്റെ ഹർഫുകളാണ്, ശ്രദ്ധിക്കുക. വാഇന് കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم.